നമ്മളെല്ലാവരും തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. പല രീതിയിലും ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നടക്കാതായി കഴിഞ്ഞാൽ ഭഗവാനെ കുറ്റപ്പെടുത്താറുണ്ട്. ഭഗവാൻ എന്നെ കാണുന്നില്ല, ഭഗവാൻ എന്നെ കേൾക്കുന്നില്ല, ഭഗവാൻ എന്നെ ഇഷ്ടമല്ല, അങ്ങനെ ഒരുപാട് പരാതികളും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ് ഭഗവാനെ ബാക്കി കിട്ടുക. അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. ഹരേ കൃഷ്ണ. ലക്ഷ്മിയാണ് കേട്ടോ. എന്താണ് ഭക്തി? നമ്മളെല്ലാവരും തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. പല രീതിയിലും ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നടക്കാതായി കഴിഞ്ഞാൽ ഭഗവാനെ കുറ്റപ്പെടുത്താറുണ്ട്. ഭഗവാൻ എന്നെ കാണുന്നില്ല, ഭഗവാൻ എന്നെ കേൾക്കുന്നില്ല, ഭഗവാൻ എന്നെ ഇഷ്ടമല്ല, അങ്ങനെ ഒരുപാട് പരാതികളും കുറ്റപ്പെടുത്തലുകളും മാത്രമാണ് ഭഗവാനെ ബാക്കി കിട്ടുക. അതാണ് യഥാർത്ഥ ഭക്തി. അതൊരിക്കലും യഥാർത്ഥ ഭക്തിയല്ല. അത് നമ്മുടെ കാര്യം സാധിക്കാനായിട്ട് ഭഗവാനെ സമീപിക്കുക എന്നാണ്. നമ്മുടെ അഹങ്കാരം എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്താണ് യഥാർത്ഥ ഭക്തി? നീ ഭഗവാനെ പൂജിക്കണം, അല്ലെങ്കിൽ നീ ഭഗവതിയെ പൂജിക്കണം. മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം നമ്മൾ അനുസരിക്കുന്നതാണോ ഭക്തി? അതൊരിക്കലും ഭക്തിയല്ല. അത് മറ്റുള്ളവരെ അനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഭക്തിയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. പിന്നെ എന്താണ് യഥാർത്ഥ ഭക്തി? യഥാർത്ഥ ഭക്തി എന്നുള്ളത് ഭഗവാനെ ദാസ്യം ചെയ്യുക. ഭഗവാനിൽ നിന്നും ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ഭഗവാനെ ദാസ്യം ചെയ്ത് ജീവിക്കുക. ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാന്റെ പാദകമലങ്ങളാൽ ബന്ധിപ്പിക്കുന്ന പ്രേമത്തിന്റെയും സ്നേഹത്തിന്റെയും നേർത്ത നൂലാണ് ഭക്തി. അവിടെ ഭഗവാനും ഭക്തനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാന്റെ പാദകമലങ്ങളിൽ ദാസ്യം ചെയ്തുകൊണ്ട് ജീവിക്കുക. ഭഗവാനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ജീവിക്കുക. ഭഗവാനല്ലാതെ മറ്റൊരു ലോകമില്ല. അവർക്ക് ഭഗവാനിൽ നിന്നൊന്നും ആവശ്യമില്ല. ഭഗവാന്റെ ആ ഒരു സ്നേഹം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതാണ് ദാസ്യം ചെയ്യുക. ഭഗവാനെ പൂജിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും ജീവിച്ചു തീർക്കുക, ഒന്നും ആഗ്രഹിക്കാതെ. ഭഗവാനിൽ നിന്നും ഒന്നും തന്നെ അവർ പ്രതീക്ഷിക്കുന്നില്ല. അവരുടെ ലോകം തന്നെ ഭഗവാനാണ്. അതല്ലാതെ മറ്റൊരു ലോകം അവർക്കില്ല. ഭഗവാനെ ദാസ്യം ചെയ്തുകൊണ്ട് ജീവിക്കുക, അതാണ് യഥാർത്ഥ ഭക്തി. ഭഗവാനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ ദാസ്യം ചെയ്തുകൊണ്ട് ജീവിക്കുക. എന്നാൽ ഭഗവാനെ കുറ്റപ്പെടുത്താതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ നേടിയെടുത്തവയാണ്.